എല്ലാ മലയാള കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൈ യു ഷുഡ് നോട്ട് ബി കമ്മിങ് ടു കാനഡ. 2024 നിങ്ങൾ കാനഡയിലേക്ക് വരാൻ പാടില്ലാത്തതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ മുൻപും ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വേറെ കുറേ റീസൺസ് ആയിരുന്നു. പക്ഷേ ഇന്ന് കുറേയും കൂടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കാനഡയിൽ. നമുക്ക് ഇപ്പം ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് റീസൺ ഇതാണ്, ദ കോസ്റ്റ് ഓഫ് ലിവിങ്. കാനഡയിലെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെയധികം കൂടിയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ലൈക്ക് കാര്യങ്ങൾക്കെല്ലാം ലോകത്തെല്ലായിടത്തും കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കൂടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കാനഡയിൽ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിരിക്കുകയാണ് കോസ്റ്റ് ഓഫ് ലിവിങ്. കാനഡയിലൊരു വീട് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ, വലിയൊരു സ്വപ്നമാണ് നമ്മുടെ. അല്ലെങ്കിൽ നിങ്ങൾ PR ആയി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വീട് ഓൺ ചെയ്യണം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വീട് വാങ്ങാൻ എന്തോരം പൈസ ആവുന്നു. അതായത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം ഒരു വീടിന്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു റീല് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ അതായത് നമ്മുടെ നയാഗ്ര അമേരിക്ക ബോർഡർ ഉണ്ടല്ലോ, കാനഡ അമേരിക്ക ബോർഡർ. നയാഗ്ര അമേരിക്ക സൈഡിലുള്ള വീടിന് 500K ആണെങ്കിൽ അതേ വീടല്ല, അതിനേക്കാളും താഴ്ന്ന നിലയിലുള്ള വീടിന് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കുറവുള്ള വീടിന് ഇവിടെ $1 million മുകളിലാണ് കൊടുക്കേണ്ടത്. സോ കാനഡയിലെ അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് നിങ്ങളൊരു മോർഗേജ് എടുക്കുമെന്ന് വെച്ചോ, അതിൻ്റെ പൈസകൾ, നിങ്ങൾ ഗ്രോസറീസിന് ഇപ്പോൾ അടയ്ക്കുന്ന പൈസ, ഞാൻ 2019 വന്നത് വെച്ച് നോക്കുമ്പോൾ 2020, 2021 ഓരോ വർഷവും നമ്മൾ ഗ്രോസറി പ്രൈസസ്, അതായത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ വിലകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഗ്രോസറി സ്റ്റോറിൽ പോയപ്പോഴത്തേക്കും 3 ലിറ്ററിൻ്റെ പാലിൻ്റെ പാക്കറ്റിന് $8 വരെ ആയിരിക്കുകയാണ്. അതായത് നമ്മൾ പണ്ട് $100 2-3 ആഴ്ച സുഖമായിട്ട് ഓടിക്കൊണ്ട സമയത്ത് ഇപ്പം $100 ഒരാഴ്ച പോലും നമുക്ക് ഗ്രോസറീസ് തികയുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരും. ഇതൊക്കെ സിമ്പിളാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം സെറ്റാവും, ഇതാവും എന്നൊക്കെ പറയും. പക്ഷേ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. ഇറ്റ്സ് ടോട്ടലി മൈ ഒപ്പീനിയൻ. ഞാൻ എൻ്റെ ചുറ്റിനും കാണുന്ന അനുഭവങ്ങളും പിന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഞാൻ കാണുന്നതും കേൾക്കുന്നതൊക്കെ വെച്ചാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഇറ്റ് ഹാസ് ബിക്കം ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെയുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കസിൻസ് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നുണ്ട്, എൻ്റെ സ്വന്തം ചേച്ചി സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നുണ്ട്, ഇവിടെ എൻ്റെ കൊളീഗ്സ് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ ഇൻ കാനഡ. നിങ്ങൾ ഒരു ജോബല്ല 2 ജോലി ചെയ്തിട്ടാണ് പല ആൾക്കാരും അവരുടെ ലിവിങ് കോസ്റ്റുകൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങളൊരു കപ്പിളായിട്ട് വന്ന് 2 കപ്പിൾസിന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാനഡയിൽ മുന്നോട്ട് ഒരുപാട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരാളുടെ ഇൻകം വെച്ച് വരുവാനെന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ മണ്ടത്തരമായി മാറും. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് ബാങ്ക്രപ്റ്റായി നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. സോ ദാറ്റ്സ് ദ മെയിൻ റീസൺ ദറ്റ് യു ഷുഡ് നോട്ട് കം ടു കാനഡ. ബിക്കോസ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെയധികം കൂടിയിരിക്കുകയാണ് കാനഡയിൽ. റെൻറ്റ്, മോർഗേജസ്, നിങ്ങൾക്ക് ഗ്രോസറീസ്, കാർ പേയ്മെൻറ്റ്സ്, അതൊക്കെ നമുക്കൊരു അടുത്ത കാറ്റഗറിയിൽ സംസാരിക്കാം. പക്ഷേ എന്നാലും ലിവിങ് കോസ്റ്റ് വളരെയധികം കൂടിയിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ മെയിൻ റീസൺ ദാറ്റ് യു ഷുഡ് നോട്ട് ബി ടേക്കിംഗ് that risk. You should not be taking that risk. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലെപ്പോഴും വെക്കുക. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. സോ കമ്പയർ വിത്ത് അതർ കൺട്രീസ് ഇഫ് യു ആർ ട്രൈങ് ടു മൂവ് ടു കാനഡ. സോ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുക. എന്നിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഏത് കൺട്രിയിലാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ കൺട്രി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് റീസൺ. സോ അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പറഞ്ഞില്ല. ആക്ച്വലി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. പക്ഷേ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി മേടിക്കാനുള്ള ആവശ്യം നിങ്ങൾ നിർത്തില്ലോ, ഊബർ ഓടാൻ പോവാ. അപ്പം വിച്ച് ബ്രിങ്സ് അസ് ടു യുവർ സെക്കൻഡ് ടോപ്പിക്, ഫൈൻഡിങ് എ ജോബ് ഇൻ കാനഡ. നിങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ വരുന്ന പാടെ എയർപോർട്ടിൽ നിന്ന് അവർ റെസ്യൂമ് എടുത്ത് കഴിഞ്ഞാൽ ജോലി എടുത്ത് തരും, അല്ലെങ്കിൽ ഇറങ്ങുന്ന പാടെ പിറ്റേ ദിവസം പോയി റെസ്യൂമ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ്. കാനഡയിൽ ജോലി കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളായിരിക്കും ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഞാൻ ഫെയർ വാണിംഗ് തരട്ടെ, വളരെ ബുദ്ധിമുട്ടാണ് കാനഡയിൽ ഒരു ജോലി ലാൻഡ് ചെയ്യുന്നുള്ളത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലേബർ ജോലികൾ, അതായത് നോർമൽ റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ
സൂപ്പർ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ നോർമൽ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അതുവരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളായിരിക്കുന്ന സമയമാണ്. അത് എത്രയോ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെ, അതായത് സ്ഥലം മാറി ജോലികൾക്ക് വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ പോപ്പ റൈഡ് എടുത്ത് അല്ലെങ്കിൽ റൈഡ് ഷെയർ ഒക്കെ എടുത്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി 3-4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ജോലി എടുക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം അത്ര ഓവർ സാച്ചുറേറ്റഡ് ആണ് ജോബ് മാർക്കറ്റ്. അത് എല്ലായിടത്തും ആൾക്കാരുണ്ട്. പിന്നെ പിള്ളേർക്കെല്ലാം ഇത്ര നാളും 40 മണിക്കൂർ പണിയെടുക്കായിരുന്നു, ഇപ്പോൾ അത് 30 മണിക്കൂറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് അറിയില്ല. പക്ഷേ ജോബ് മാർക്കറ്റ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. അതുമാത്രമല്ല, നല്ലൊരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചോ, നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും കോമ്പറ്റീഷന്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റീല് കാണുന്നുണ്ടാവും അല്ലേ. അതായത് ഒരു ജോബ് ഫെയർ ഉണ്ടായി, ഫുൾ ആൾക്കാരാണ്, അതായത് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ ജോബ് ഫെയറിന്. അപ്പം എന്ത് ചെയ്തിട്ടും ജോലി കിട്ടാൻ, അതായത് ജോലിക്ക് വേണ്ടി എങ്ങനെയൊരു ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുക. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ക്യൂ നിൽക്കുക ഒരു ജോബ് ഫെയറിനകത്ത് കയറാൻ വേണ്ടി. അപ്പം നിങ്ങൾ ഒരു ഇങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ഉള്ള ഒരാൾക്ക്. അപ്പം നിങ്ങളിങ്ങോട്ട് വരുമ്പം അത് ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്കുക എത്രത്തോളം സാധ്യതകളുണ്ടാവും നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കുമോ അല്ലയോ എന്നൊക്കെയുള്ള ചിന്തയിൽ വരിക. പിന്നെ ജോലി കിട്ടി വരുന്നവരുണ്ട്, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, അവർക്ക് നേരെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ പഠിക്കാൻ വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീസൺ നിങ്ങൾ കണക്കാക്കണം. കാരണം ജോലി ഈസ് എ മെയിൻ തിങ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ജോലി ലാൻഡ് ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അത്ര ഈസി അല്ല ജോലി കിട്ടുക എന്നുള്ള കാര്യം. ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകും. പക്ഷേ അത് കിട്ടുന്നവരെ ഇറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. കിട്ടാതെ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, വേറെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വാർണിംഗ് തരുന്നത്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്. പിന്നെ ഞാനിപ്പോൾ വണ്ടി കയറി ഇരുന്നപ്പോഴാണ് ഓർക്കുന്നത്, ഞാനിപ്പോൾ കണ്ടോ വണ്ടിയിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചേക്കുന്നുണ്ടോ, ഇവിടെ മോഷണം കാനഡ അതർത്തിട്ടല്ല, കാറൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദുബായിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്ത് കളയും. അതൊരു കാരണമാണെന്ന് വെച്ചാൽ അതൊരു കാരണമല്ല, അതെല്ലായിടത്തും ഉണ്ട്. പിന്നെ അത് ഞാനിങ്ങനെ കയറി ഇരുന്നപ്പോൾ ഓർത്താ. അപ്പം ജോലി പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ കാനഡയെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ഫാക്ടർ. ഞാൻ ഒരു ആൽക്കഹോൾ പിക്കപ്പിന് പോയതാണ്. അതായത് എനിക്ക് കുടിക്കാനല്ല കേട്ടോ, ഊബറിൻ്റെ കണ്ടോ 15 കാൻ്റെ ഒരു ബിയറാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ. കാനഡയിൽ ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം എഫക്റ്റീവാണ്, നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് തരാം. അതായത് നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വലിയൊരു ടൗണിലേക്ക്, അതായത് ടൊറോണ്ടോ അല്ലെങ്കിൽ വാൻകൂവർ അല്ലെങ്കിൽ ഓട്ടോ പോലുള്ള ടൗണിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. പക്ഷേ അതേസമയം നിങ്ങൾ കുറച്ച് റൂറലായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചോ, റൂറലായിട്ടുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകണമെന്നില്ല. ഇനിയിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള സ്ഥലത്ത് തന്നെ പല സ്ഥലത്തും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് 10 മിനിറ്റ് കാറിൽ സഞ്ചരിക്കേണ്ട ദൂരം നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ ബസ്സിലിരിക്കേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ കാർ എടുക്കുമെന്ന് വെച്ചോ, നിങ്ങൾ കാർ എടുക്കുമ്പോൾ തന്നെ കാനഡ കാർ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എക്സ്പെൻസുകൾ കാർ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യാതാണ് നിങ്ങൾ കാർ എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഞാൻ കാർ എടുത്ത വീഡിയോ ഞാൻ ഇവിടെ മുകളിൽ മുകളിൽ പിൻ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. ഞാൻ കാർ എടുത്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കാർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കൊടുക്കേണ്ടി വരും. ഈ സമയത്താണ് നിങ്ങൾ കാർ എടുക്കുന്നതെങ്കിൽ വരുന്നൊരു 1 ഇയർ 1.5 ഇയറിലേക്ക് അല്ലെങ്കിൽ 2 ഇയേഴ്സിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും ഹൈ ആയിട്ട് ഉണ്ടാവുക. സോ ഒരു 8%, 9%, 8.99%, 10% ഒക്കെയാണ് ഇപ്പം നിലവിലെ ഫൈനാൻസിങ് സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുമ്പോൾ കാരണമാകുന്നത്. ഫസ്റ്റ് എടുത്താലും ഒരു 6.99, 7.99 എങ്കിലും മിനിമം ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് കാറിന് മുകളിൽ പോകും. പിന്നെ അതുമാത്രമല്ല കാർ പ്രൈസസൊക്കെ വളരെ അധികം കൂടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് കാറിന് പൊതുവെ അവർ മാർക്കപ്പ് പ്രൈസൊക്കെ കൂട്ടി ഡിമാൻഡ് ഉള്ളതുകൊണ്ട് പൈസ ഭയങ്കര കൂട്ടിയാണ് അവർ മേടിക്കുന്നത്.
ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കാറ് മേടിച്ചെന്നിരിക്കട്ടെ. കാറ് മേടിച്ചെന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിന് മേളിൽ കൊടുക്കേണ്ട ഇൻഷുറൻസ് പൈസ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് പൈസ വളരെ കൂടുതലായിരിക്കും. കാരണം അവിടെ ആക്സിഡൻറ്റ്സ് കൂടുതലാണ്, അവിടെ തെഫ്റ്റ് കൂടുതലാണ്, കാറിന് വൾണറബിലിറ്റി കൂടുതലുള്ള സ്ഥലങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങളുടെ ഏജ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻഷുറൻസ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇൻഷുറൻസ് കൂടി. അപ്പോൾ ഞാൻ ഇൻഷുറൻസിനെ വിളിച്ചു. അതെന്ന് ചോദിച്ചാൽ ഇതെന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ച്, ഇൻഷുറൻസ് കൂട്ടിയല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇപ്പോൾ പാർട്സിനൊക്കെ വില കൂടി, കാറിൻ്റെ പാർട്സിനൊക്കെ വില കൂടി, അപ്പം ഞങ്ങൾക്ക് ഇൻഷുറൻസ് പൈസയും കൂട്ടണം. അപ്പം പ്രീമിയം അങ്ങ് അവർ $70-80 ഒറ്റയടിക്കും കൂട്ടി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും വില കൂടി. അപ്പം നമ്മൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ കൂട്ടിമുട്ടിക്കുക നമ്മൾ പാടുപെടുമ്പോൾ പടപടയുന്ന ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിലും അതായത് സ്പീഡിൽ എക്സ്പെൻസുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. സോ അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുറച്ചും കൂടെ റെലവൻ്റ് ഉള്ളതായിട്ടൊരു ടോപ്പിക് ഉണ്ട്, പക്ഷേ അത് ഞാൻ വേണേൽ പറയാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാനഡയിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് സഞ്ചരിക്കാനും ട്രാവൽ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ കാനഡയിൽ ഇപ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുമെന്ന് വെച്ചോ, ഒരാഴ്ചത്തേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോവുക, എന്നിട്ട് അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, ഗ്യാസിൻ്റെ പൈസ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് റെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അവിടുത്തെ ഹോട്ടൽ ഫീസോ കാര്യങ്ങളിലൊക്കെ വളരെ കൂടുതലാണ്. $200-300 ഒരു ദിവസം ഒരു ഹോട്ടലിന് കൊടുക്കണം, ഭക്ഷണത്തിൻ്റെ പൈസ. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങളൊരു 2-3 പേര് പോകുമ്പോൾ $2000 ചിലവാകും. അത്രത്തോളം എക്സ്പെൻസീവാണ് നിങ്ങൾ ഒരാഴ്ച ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ. സോ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇവിടുന്ന് മെക്സിക്കോയ്ക്കും അല്ലെങ്കിൽ ക്യൂബയ്ക്കൊക്കെ ടൂർ പോകുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ വളരെ ചീപ്പാണ്, അതുകൊണ്ട് കാനഡയിൽ ടൂർ നടത്തുക എന്നുള്ളത് വളരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മൂന്നാമത്തെ ടോപ്പിക്കാണ് നിങ്ങളുടെ ട്രാവൽ കോസ്റ്റും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും. അതായത് നിങ്ങൾ വണ്ടി എടുക്കുന്നുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തും എഫക്റ്റീവായിട്ട് ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് പെംബ്രോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജോലിക്ക് പോയിരുന്നുണ്ട്. അപ്പോൾ അവിടെ സാമാന്യം വലിയൊരു ടൗണാണ്, എന്നിട്ട് പോലും അവിടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത്, പിള്ളേരൊക്കെ വന്നിട്ട് അവർ സൈക്കിൾ മേടിക്കും. സമ്മറിന് ഈ സൈക്കിൾ നടക്കും, പക്ഷേ വിൻ്ററായി കഴിയുമ്പോഴോ ഇവർ 2-3 കിലോമീറ്ററും അല്ലെങ്കിൽ 4-5 കിലോമീറ്ററൊക്കെ ചില സമയത്ത് നടക്കേണ്ടി വരും. അപ്പം അത് പിന്നെ അവിടെ ഊബറില്ല, എല്ലാ സ്ഥലത്തും ഊബർ ഉണ്ടാകണമെന്നില്ല, സ്കിപ്പ് ഉണ്ടാകണമെന്നില്ല. അതായത് ഇപ്പം ഈ ലിഫ്റ്റ് പോലുള്ള സൗകര്യങ്ങൾ, ഊബർ ടാക്സി ഒന്നും ഉണ്ടാകണമെന്നില്ല, നോർമൽ ടാക്സികളൊക്കെ ആയിരിക്കും. അപ്പം നല്ല കത്തി റേറ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻ കാനഡ ഹൈ ആണെന്നുള്ളത്. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് കേട്ടോ. സോ ഗൈസ്, അങ്ങനെ ഊബർ ഓടുന്നതിനിടയിൽ ഞാൻ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം നിങ്ങളോട് ബാക്കിയും കൂടെ സംസാരിക്കാമെന്ന് വെച്ച് ഞാൻ നല്ല കാറ്റാട്ടോ പുറത്തുനിന്ന്. കാറ്റടിക്കുന്നത് പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ തണുപ്പാണ്, വിൻ്ററാണ്, മഴയാണ്, വേനൽക്കാലമാണെന്നൊന്നും അല്ല പറയാൻ വന്നത്. അതെല്ലാവരും ടിപ്പിക്കലി പറയുന്ന ഒരു കാരണമാണ്. അത് ഓബിയസ്ലി കാനഡ എന്ന് പറയുമ്പോൾ തന്നെ വിൻ്റർ ഉണ്ടാവും, സമ്മർ ഉണ്ടാവും, ഹാർഷായിട്ടുള്ള വെതറുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാൻ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കാനഡയിൽ നിങ്ങൾ ഒരു പ്ലേസ് ടു ലീവ് കണ്ടുപിടിക്കുകയാണ്. അതായത് നിങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയി മാറിയിരിക്കുകയാണ്. ഞാനിപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന് വേണ്ടിയാണെങ്കിലും ഇവിടെ കാനഡയിൽ വരുമ്പോൾ ഒരു വീട് കണ്ടുപിടിക്കാൻ എത്ര പാടുപെട്ടുന്നോ. അതായത് ഒരു സ്ഥലം കിട്ടുന്നില്ല. കാരണം അത്രത്തോളം പല സ്ഥലങ്ങളും അത്രത്തോളം സാച്ചുറേറ്റഡ് ആയി മാറിയിരിക്കുകയാണ്. ഇപ്പം അവർ ഇമിഗ്രേഷൻ മിനിസ്റ്ററൊക്കെ വന്ന് നോക്കി അവർ ഇനി എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കുന്നു എന്നൊക്കെ. അതൊക്കെ എന്നേ ചെയ്യേണ്ടതായിരുന്നു അവരിപ്പോൾ ചെയ്തപ്പോൾ എന്താ പറ്റുന്നത് എന്നുവെച്ചാൽ, ഇത്രയും വന്ന് കിടക്കുന്ന പിള്ളേരെല്ലാം സ്ട്രഗിൾ ചെയ്യും. ഇനി വരാൻ പോകുന്നവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വന്നുള്ളൂ കുറച്ചും കൂടെ ഒന്നൊരു ഈവൻ ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ ബാലൻസ് ഔട്ട് ആവുള്ളൂ. കാരണം ഒരുപാട് പേര് പുറത്തോട്ട് പോകുന്നു, ഒണ്ടാറിയൻ്റെ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും മാറി വർക്ക് പെർമിറ്റൊക്കെ ആകുമ്പോൾ ആൾക്കാർ കുറഞ്ഞ പ്രോവിൻസുകളിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പ്രെഡ് ആകുന്നുണ്ട്. പക്ഷെ അത് വരണമെങ്കിൽ ഒരു 2 വർഷം കൂടെ എടുക്കും, 2-3 വർഷം മിനിമം എടുക്കും. അതുവരെ ഇവിടെ പ്രത്യേകിച്ച് ടൊറോണ്ടോ, കിച്ച്നർ, ഹാമിൽട്ടൺ,
നയാഗ്ര ആ ഏരിയകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഓട്ടോവേ തന്നെ ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്. പക്ഷേ എന്താ ഈ പ്രശ്നം എന്ന് വെച്ചാൽ 400 കൊടുക്കാൻ ഒരാൾ അവൈലബിൾ ആണ് ഷെയറിങ്ങിന്, അല്ലെങ്കിൽ 3 ആൾ ഒരു റൂമിൽ താമസിക്കുക. അപ്പോൾ 500 കൊടുക്കാൻ വേറൊരുത്തനുണ്ട്. അതായത് ആൾക്കാരുണ്ട്, പൈസ കൊടുക്കാം, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അതാണ് ഒരു അവസ്ഥ ഇവിടെ. അതായത് 400-നും 450-നും 550-നും ഇട്ടാലും ആൾക്കാർ റൂം വന്ന് റെൻറ്റിന് എടുത്തിട്ട് പോകും. റെൻറ്റിന് കൊടുക്കുന്നവർക്ക് കുറച്ച് നല്ല ലാഭം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആ ഒരു അവസ്ഥയാണുള്ളത്. അതായത് നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്ക് ഇവിടെ വന്ന് GIC നിന്ന് നാട്ടിൽ നിന്നും പൈസ മേടിച്ചൊക്കെ ഇവിടെ നിന്ന് പോകാന്നുള്ളത് വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു കാനഡയിൽ താമസിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സ്ട്രഗിളുള്ള കാര്യമാണ്. ഓബിയസ്ലി ചിലർക്ക് എളുപ്പത്തിൽ കിട്ടാം, ഭൂരിപക്ഷം ആൾക്കാർക്കും നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമാണത്. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫൈൻഡിങ് എ പ്ലേസ് ഇൻ കാനഡ ഹാസ് ബിക്കം സോ ഡിഫിക്കൾട്ട്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാനഡയിൽ നിന്നും, അതായത് നിങ്ങളിപ്പം പഠിച്ച് PR കിട്ടി നിങ്ങൾ സ്ഥലം മാറും, അപ്പോൾ അവിടെ ചെന്നൊരു വീട് മേടിക്കുക എന്നുള്ളത് തന്നെ അടുത്ത ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഒരു വീട്, നല്ല വീട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല പുതിയ പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഒന്നും, അതായത് പുതിയ വീടുകളൊന്നും പണിയുന്നതൊക്കെ വളരെ കുറവാണ്. എക്സ്പെൻസസൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കോൺട്രാക്ടേഴ്സൊക്കെ വിലയാണ് സാധനങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ക്രൈസിസുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുട്ബോളൊക്കെ ഒന്ന് കളിക്കാൻ പോയി, കുറച്ച് നേരം ഊബറൊക്കെ ഓടി, ഫുഡൊക്കെ അടിക്കാൻ പോയി, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം പിന്നെ ഇനി നിങ്ങളോട് സംസാരിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാനഡയിലേക്ക് ഇപ്പോൾ വരുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം സ്റ്റുഡൻറ്റ് പെർമിറ്റുകൾ കനേഡിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞായിരുന്നു അവർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. 40% റിജക്ഷൻ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ബുദ്ധിമുട്ടായിരിക്കും, അതായത് അക്സെപ്റ്റൻസ് കിട്ടാനും വിസ അക്സെപ്റ്റൻസ് കിട്ടി മുന്നോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് റിജക്ഷൻസ് അവർ കൊണ്ടുവരുമായിരിക്കും. പിന്നെ അതിൻ്റെ മാത്രമല്ല, അവർ ഇമിഗ്രേഷൻ ടാർഗറ്റ് അവർ താഴ്ത്തിക്കൊണ്ട് വരികയാണ്. അവർ 6.5% നിന്നും 5%ലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം വിച്ച് ഈസ് ലൈക്ക് ഒരുപാട് പേരെ റിജക്റ്റ് ചെയ്യും. ഒരുപാട് പേരെ അവർക്ക് വേണ്ടുന്ന കാറ്റഗറീസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമേ PR കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് അവർക്ക് വേണ്ടുന്ന ജോലി കാറ്റഗറികളായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ കാണണം. എന്തൊക്കെയാണ് കാറ്റഗറൈസ്ഡ് ഡ്രോ, ഏതൊക്കെ ജോലികളാണ് കാനഡയിൽ ഇൻ ഡിമാൻഡ് ഉള്ളത്, അതിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ എംഫസിസ് കൊടുക്കുക PR കൊടുക്കുന്നതിൽ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഫീൽഡിലേക്കാണോ വരുന്നതെന്നുള്ള അവലോകനം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് വന്നാൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ LMI കിട്ടുമോ, അല്ലെങ്കിൽ LMIക്ക് വേണ്ടി $10,000 $30,000 ഒക്കെ മുടക്കി നിൽക്കേണ്ടി വരും. വിച്ച് ഈസ് ലൈക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോട്ട് ഐഡിയൽ. നിങ്ങൾ വരുന്നതിന് മുന്നേ ആ കാര്യം ചിന്തിക്കുക. ഇമിഗ്രേഷൻ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു വലിയൊരു ഫാക്ടർ തന്നെ കേട്ടോ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വേണ്ടാത്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഞാനതൊക്കെ ചുരുക്കിയാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാലും തീരാത്ത ഗുണങ്ങളും ദോഷങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ഉണ്ടാവുമല്ലോ. സോ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഫൈനൽ കാര്യം ഞാൻ പറയാം, വിച്ച് ഈസ് ടാക്സസ് ഇൻ കാനഡ. കാനഡയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുണ്ടാക്കുന്ന ഇൻകത്തിന് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കണം. അതിപ്പം $14,000 വരെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സുകളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. $14,000, അതായത് $14,000 മുകളിലേക്ക് നിങ്ങളുടെ ഇൻകം വരുമ്പോൾ 20% മുതൽ 53% വരെയാണ് ഇൻകം ടാക്സ് ഗവൺമെൻറ് പിടിക്കുന്നത്. അതായത് നിങ്ങൾ $1,00,000 അല്ലെങ്കിൽ $2,00,000 ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ 2,00,000-ൻ്റെ പകുതി പൈസയെ നിങ്ങൾക്ക് കയ്യിലേക്ക് വരുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഇൻകത്തിന് മുകളിൽ ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങളൊരു കടയിൽ പോയി സാധനം മേടിക്കുമെന്ന് വെച്ചോ, ആ സാധനം മേടിക്കുന്നതിന് മുകളിലും നിങ്ങൾ ടാക്സ് കൊടുക്കണം. HST കൊടുക്കണം, GST കൊടുക്കണം, ചില സ്ഥലത്ത് കാർബൺ ടാക്സ് കൊടുക്കണം, സ്പെഷ്യൽ ഫീ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടാക്സുകളുണ്ട്. നമ്മുടെ വീടിന് നമ്മൾ ഇപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കാർബൺ ടാക്സ് കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കിട്ടിയ പൈസ സേവ് ചെയ്ത് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയെന്ന് വെച്ചാൽ അതിന് പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ പൈസ കൊണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിലോ ബിസിനസ്സിന് കിട്ടുന്ന പൈസ കൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും
നിങ്ങൾ ടാക്സ് കൊടുക്കണം. ടാക്സ് ഇവിടെ ഒരു വലിയ സംഭവമാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പൈസ എൻ്റെ അടുത്ത് അത്ര 1 ലക്ഷം കിട്ടിയെങ്കിൽ 1 ലക്ഷം കയ്യിൽ നിൽക്കുമല്ലോ, അപ്പോൾ ഞാൻ പിന്നെ ബേജാറാവേണ്ട ആവശ്യമില്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതുപോലല്ല. ഇവിടെ കുറേ ടാക്സ് ഉണ്ട്, കട്ടിംഗ് ഉണ്ട്, EI, CPP, OASP, അതായത് പെൻഷൻ്റെ കാര്യങ്ങൾ കട്ടിങ് പോവും, അങ്ങനെ കുറേ കട്ടിങ്സ് പോവും അപ്പം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്. അപ്പം പിന്നെ ബെനഫിറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരുപാട് കട്ടിങ്സ് പോകും. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു $5,000 നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ അതിനകത്ത് നിന്നൊരു $1,000 എങ്കിലും അല്ലെങ്കിൽ $1,500 എങ്കിലും ഗവൺമെൻറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു $4,000 കയ്യിൽ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത വേണം. സോ അതാണ് എനിക്ക് ടാക്സ്, അതായത് ഈ ഒരു വർഷത്തിൽ എനിക്ക് അതായത് 2023 വർഷത്തിൽ ടാക്സ് ഞാൻ ഫയൽ ചെയ്തപ്പം എനിക്ക് $6,300 ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമെ അവർ പിന്നെയും ടാക്സ് അടയ്ക്കാൻ എനിക്ക് $700 കൂടെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്കപ്പോൾ ആലോചിക്കാം എന്തോരം ടാക്സ് നമ്മൾ അടയ്ക്കുന്നുണ്ടെന്ന്. സോ അതൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ, തള്ളിക്കളയേണ്ട ഫാക്ടറല്ല. എല്ലാ രാജ്യത്തും തന്നെ ഉണ്ട് ടാക്സ് അടയ്ക്കുന്ന, മിക്ക രാജ്യങ്ങളിലും ടാക്സ് ഉണ്ട്. പക്ഷേ കാനഡയിൽ കുറച്ച് ബ്രൂട്ടലാന്നേ ഉള്ളൂ. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. സോ ഗൈസ്, അതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇനി ആഡ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കാനഡയിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അവർക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്തായാലും തിങ്ക് ബിഫോർ യു ലീപ്പ്. നിങ്ങൾ എടുത്ത് ചാടുന്നതിന് മുന്നേ നന്നായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എന്തൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞാലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് സൈഡുകളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് ഞാൻ നിങ്ങളോട് ഡിസിഷൻ എടുക്കാൻ ഞാൻ ഫോഴ്സ് ചെയ്യുന്നൊന്നുമല്ല. സോ തിങ്ക് ഡിലിജൻ്റ്ലി, ആക്ട് ഡിലിജൻ്റ്ലി. നിങ്ങൾ നല്ലൊരു ഡിസിഷനിൽ എത്തിച്ചേരട്ടെ. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കട്ടെ. സോ ഐ എം സൈനിങ് ഔട്ട്. ദിസ് ഇസ് മീ, ഡോണി ടോജോ. ബൈ ഫ്രം നമസ്തേ കാനഡ.